ആ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ ബ്ലോക്കിൽ പോയി ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നുവെച്ച് ആരുടെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. ആരുടെയും വീട്ടിൽ നിന്നെടുത്ത് എനിക്ക് കൊണ്ട് തരുകയും വേണ്ട. എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം തന്നാ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. സത്യമേ, ഇതില് അർഹതയുടെയും ഔദാര്യത്തിന്റെയും കാര്യമൊന്നുമില്ല. ഒരാളുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യവുമില്ല. ഇത് സത്യാമ്മയ്ക്ക് അവകാശപ്പെട്ട ലോൺ തന്നെയാ. പക്ഷേ അതാദ്യം പാസ്സായത് എൻ്റെ അമ്മയ്ക്കാണെന്ന് മാത്രം. അമ്മ ഒഴിവ് പറഞ്ഞിട്ടാ ഇപ്പൊ അത് സത്യാമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് വന്ന് പറഞ്ഞത് സത്യാമ്മയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല. അമ്മയ്ക്ക് സത്യാമ്മയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വന്നതാ. അപ്പൊ നിന്റെ അമ്മ ബാക്കി വെച്ചത് ഈ വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയാണോടി നീ ഇപ്പൊ എല്ലാരും കൂട്ടി ഇങ്ങോട്ട്? പോയതിലും സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാത്തിനും മാപ്പ്. മക്കളെ പോവാം, വാ. ശാലിനി നടക്ക്. നമ്മളെ ഇങ്ങനെ വഴക്ക് പറയാൻ മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തെന്ന് സത്യാമ്മയോട് ചോദിക്കണ്ടേ അമ്മേ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മള് കുറ്റവാളികളെ പോലെയാ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പോകുന്നേ. അതിന്റെ കാരണമെങ്കിലും ഒന്ന് അറിയണ്ടേ? അറിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. ശരിയാ, നീ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വന്നത് തെറ്റ് തന്നെയാ. വാ, വന്ന് വണ്ടി കയറാൻ നോക്ക്. ഇനി ഇവിടെ നിൽക്കണ്ട. സത്യാമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. വാ മക്കളെ, വാ. അച്ഛാ, ഞങ്ങള് പോവാ. വാ മക്കളെ. പോട്ടെ സത്യാമ്മേ. വാ പപ്പേ. നീ എന്നാ ഭാമേ നന്നാവുന്നു? നന്നാവാനായിട്ട് ദൈവം തരുന്ന ഓരോ ശ്രമങ്ങളെ നീ തട്ടിത്തെറിപ്പിച്ചോണ്ടിരിക്കുകയാണോ? എത്ര കിട്ടിയാലും പഠിക്കില്ല നീ അല്ലേ? കഷ്ടം. നിങ്ങൾ മരുമകളെ കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. സത്യഭാമ സ്വയം വഴിതെളിച്ച് മുന്നോട്ട് പോകുന്നവളാ. ഒരാളുടെ ആശ്രയം ഇല്ലാതെ ജീവിച്ച് കാണിക്കുകയും ചെയ്യും. അതിനൊരാളുടെ ഔദാര്യം എനിക്ക് വേണ്ട, രാഘവേട്ടന്റെ പോലും.
നീ നന്നാവൂല, ഈ ജന്മത്ത് നന്നാവൂല. ഐസ്ക്രീം മേടിച്ച് കൊടുക്കണോ? എന്നിട്ട് കൊഞ്ചിക്ക്. എന്ത് വാങ്ങിച്ച് കൊടുക്കണില്ലേ? എന്നിട്ട് ശരിക്കും കൊഞ്ചിക്കണോ? അച്ഛാ നമ്മുടെ സ്നേഹം മുഴുവൻ കൊടുത്തത് കൊഞ്ചിക്ക്. ലോകത്തിലുള്ള സകല അച്ഛന്മാരും ഇങ്ങനെയാ, ഉള്ളെല്ലാം വിറ്റുപെറുക്കി മക്കളെ സ്നേഹിക്കും. അത് കഴിയുമ്പോ തന്നെ ഈ പെണ്ണുപിള്ള ഉണ്ടല്ലോ, തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം നടത്തും. ഈ ഇരിക്കുന്ന കൊച്ച് തന്റെ അല്ലാതൊരു പ്രവചനം. വെറുതെ തെണ്ടിത്തരം പറഞ്ഞോണ്ടല്ലോ. ഇല്ലെങ്കിൽ ചേട്ടാ ഈ ചേച്ചിയോട് ചോദിച്ചു നോക്ക്, കൊച്ചിന്റെ സന്ത ആരാണെന്ന്. ചേച്ചി പറയും ചേട്ടനല്ല. എന്താണ് പറഞ്ഞേ? ചേട്ടൻ ഈ പിഴയെ കൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഈ പറഞ്ഞൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സത്യങ്ങളാണ്. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്റെ കൊച്ച് എന്റെ അല്ലാന്ന്. പിന്നെ ഈ ചേച്ചി പറയില്ലേ ചേട്ടന്റെ കൊച്ച് ചേട്ടന്റെ. കള്ളു കുടിച്ചൊന്ന് അനാവശ്യം പറഞ്ഞോ. എന്താ ഇവിടെ ഇവിടെ വരുന്നവരൊക്കെ അപമാനിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ കുടിയന്മാരെയൊക്കെ അകത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നത്? ചേട്ടാ എന്നെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. ചേട്ടാ ഒന്ന് തിരക്കി നോക്ക്. ഇപ്പൊ തിരക്കി വിവരം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടാമല്ലോ. ചേട്ടാ കയ്യത് ഈ ചേച്ചിയെ കാണണമെന്നറിയാം. എന്റെ ഭാര്യ പോലെ പേരും കള്ളിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ കൊച്ചു ചേട്ടന്റെ അല്ലാന്ന്. സത്യം പറയുമ്പോ തല്ലേ? നിന്നെ ഞാനൊന്ന് കൊല്ലടാ, കൊല്ലും. എന്റെ കൊച്ചെന്റെ അല്ലെന്ന് പറഞ്ഞ നീ ആരാടാ? ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. സത്യം പറഞ്ഞാ സത്യം പറയുന്നവന് കിട്ടുന്നത് തല്ല്. ഈ ഭൂമിയിലുള്ള എല്ലാ ഭാര്യമാരും കള്ളികളാണ്. ഓ തനിക്കെന്താ വട്ടാണോ? തന്റെ ഭാര്യ തന്നെ ചോദിച്ചെന്ന് വെച്ചാ എല്ലാവരുടെയും ഭാര്യമാർ അങ്ങനെയാന്ന് വിചാരിച്ചോ? ഇനി താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാണ്ടല്ലോ, താനിവിടെ അടികൊണ്ട് കിടന്ന് ഉരുളും. തന്റെ വീട്ടിൽ തന്നെ അച്ഛാന്ന് വിളിക്കുന്ന കൊച്ച് തന്റെ ആണെന്നതിന് വല്ല ഉറപ്പുണ്ടോ? നിനക്ക് അടിയുടെ കുറവാ. പിടിച്ചോ, പുറത്താക്കാം. പിടിക്കരുതെന്ന് പിടിക്കരുതെന്ന് ഇറങ്ങിപ്പോ. ഹോട്ടലിൽ കയറി ഒന്ന് അനാവശ്യം കാണിക്കുന്നതാ. ഈ സ്ഥാനം പൂട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം? താൻ പോടോ. ചേട്ടാണോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട്? ചേട്ടാ 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 വിടേട്ടാ, വിട്ടേക്ക്. എനിക്ക് അറിയാവുന്നതാ. ഇടാ സുഖമില്ലാത്ത അതുകൊണ്ടാ. അവന്റെ സൂക്കേടൊക്കെ മാറ്റാൻ ഞങ്ങൾക്ക് അറിയാം. അവനെ ശരിക്കും ഞങ്ങളെ അറിയാഞ്ഞിട്ടാ. നിങ്ങളെ എന്തിനാടാ നിങ്ങളുടെ നാട്ടുകാരെ തല്ലു വാങ്ങുന്നേ? നീ ഒറ്റ ഒരുത്തം കാണണ ഞാൻ ഇങ്ങനെ ആയത്. ചാതിയല്ലേടാ, ചാതിയനാ നീയൊക്കെ. നീ വാ, നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാം. നീ വാ. എന്നെ എവിടെ ആക്കാൻ? എനിക്ക് പറയാനൊരു വീടുണ്ടോ, കുടുംബമുണ്ടോ, സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്കതുകൊണ്ട് എങ്ങോട്ടും പോവാം, എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. ഇവിടെ ആരും ചോദിക്കില്ല. നീ വന്നേ നോക്കി. ശ്യാമ എവിടെ? തൊട്ടുപോലെ തന്നെ. ഏത് ശ്യാമ? എന്റെ ജീവിതം തീർത്തിട്ട് എന്നെ സ്നേഹിക്കാൻ വരുന്നോ? എനിക്കിവിടെ ആരെയും സാധാവൊന്നും വേണ്ട. പ്രത്യേകിച്ച് നിന്റെ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാളെയാ, അത് നിന്നെയാ. ഞാൻ എവിടെയെങ്കിലും വീണ് ചത്തൊടുങ്ങിയ എന്റെ ശവം പോലും കാണാൻ നീ വന്നേക്കരുത്.
ആ ആ കേട്ടതാ രോഹിത്തെ, ആ നീ എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ ഭ്രാന്ത. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചതാ. പോയിക്കോ, എനിക്ക് ആരും വേണ്ട, ആരും വേണ്ട, എല്ലാം ചതിയന്മാരാ. രോഹിത്തെ, നോക്ക്, നിന്നെ ചതിച്ച് നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ നിന്നെ എല്ലാം തികഞ്ഞ ഒരുത്തനാക്കി കാണിക്കുമെന്ന് പറഞ്ഞത് ഈ സുസ്മിതയാ. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇങ്ങനെ കുട്ടിപ്പിച്ച ആളെ ഇല്ലാതാക്കുന്നതാണോടി നിന്നെ നന്നാക്കല്. ഞാൻ കുടിക്കുന്നത് എന്റെ കാശുകൊണ്ടാ. ഇനി മേലെ ഞാൻ പോകുന്ന സ്ഥലത്തെങ്ങാനും എന്നെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു വന്ന ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. രോഹിത്തെ, നീ ചെന്ന് വണ്ടി കയറും. ഇവനൊക്കെ നിന്റെ നാശം കാണാൻ വരുന്നതാ. ചെല്ല്. ആരുടെ കൂടെ കൂടിയപ്പോഴാ നീ ഇത്രയും നശിച്ചെന്ന് നീ മനസ്സിലാക്കിക്കോളും. പക്ഷേ അന്ന് നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ഈ ജീവിതം തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിഞ്ഞു എന്ന് വരില്ല രോഹിത്തെ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. നിന്റെ ഒന്നും ഒരു സംരക്ഷണവും എനിക്ക് വേണ്ട. പോടാ അവിടുന്ന്, നീ എന്റെ പാട് നോക്കി പോടാ. ആ ഒരു സംരക്ഷണം വിഷ്ണു, ഇത് കലിയുടെ വിളയാട്ടാ. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പുക കണ്ടിട്ടേ ഇത് അവസാനിക്കും. അതുവരെ പല കാഴ്ചകളും നിനക്ക് കാണേണ്ടി വരും. കരുതിയിരുന്നു നീ. സുസ്മിതയാ പറയുന്നേ, സുസ്മിത. മതി 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 കഴിക്കുന്ന ഇങ്ങോട്ട് മതി മതി കഴിക്കേ. നീ ഇരിക്കില്ലേ? രാഘവട്ടം കഴിക്കേ. വിഷ്ണു വന്നിട്ട് ഞാൻ അവനോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. അതോടെ അടച്ചു വെച്ചിരുന്നാ പോരെ. അവ വന്ന് എടുത്ത് കഴിച്ചിട്ട് കിടന്നോളും. അത് വേണ്ട, ബിരിയാണി അവന് വലിയ ഇഷ്ടാ. അതെനിക്ക് തന്നെ അവന് വിളമ്പി കൊടുക്കണമെന്നൊരാഗ്രഹം. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഭാമേ. 2 ദിവസം മുമ്പേ അവന്റെ നേരെ അവന്റെ കാശ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അതേ ഭാമ തന്നെ ആന്നോ അവന് വേണ്ടി ബിരിയാണി കൊണ്ട് കാത്തിരിക്കാൻ തയ്യാറാവുന്നേ? പല മുഖങ്ങളിൽ, പല രൂപത്തിൽ, പല രീതിയിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന നിനക്ക് എങ്ങനെയാ ഭാമയെ കഴിയുന്നേ? എനിക്ക് അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞതിൽ അല്പം വിഷമമുണ്ടെന്ന് കൂട്ടിക്കോ. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് തന്നെ ഈ ബിരിയാണിയും വെച്ചുള്ള കാത്തിരിപ്പ്. എന്റെ മോനല്ലേ, അവൻ എന്നോട് ക്ഷമിച്ചോളൂ. എത്ര രാത്രിയായാലും അവൻ വന്നിട്ട് ഞാൻ കിടക്കും. അവനത് കഴിക്കാൻ മനസ്സിലാക്കി നീ എന്ത് ചെയ്യും? ഈ ബിരിയാണി കൊണ്ട് നീ ഇവിടെ കാത്തിരിക്കത്തല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ പിന്നെ ഒരു നിമിഷം എന്നോട് നിൽക്കത്തില്ല. എന്റെ കാശ് വേണ്ട, എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനോട് നിൽക്കണോ അവൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ അതിലവനെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും ഭാമേ? അത്രത്തോളം മനസ്സ് വിഷമിച്ച് അവനോട് ഇറങ്ങി പോയത്. രാഘവേട്ട, ഇനി ആദ്യം ഇതും പറഞ്ഞ് എന്റെ മനസ്സ് വിഷമിപ്പിക്കില്ല കേട്ടോ. എന്റെ കുഞ്ഞിന് എന്നോട് വഴക്കിട്ട് പോകാനൊന്നും സാധിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ആ ഒരു ഉറപ്പ് തന്നെ ആ ഭാമയെ നിന്റെ പരാജയം. ശരിക്കു പറഞ്ഞാ നിന്നെ എല്ലാവരും ഒന്ന് സഹിക്കുക. ഇന്ന് ശാലിനിയുടെ അമ്മയും ആ കുട്ടികളും കൂടെ ഇവിടെ വന്നു. ആ കുട്ടികൾക്ക് അല്പം മധുരമൊക്കെ കൊടുത്ത് വളരെ സൗഹാർദ്ദപരമായിട്ട് പറഞ്ഞേക്കേണ്ടതിന് പകരം നീ എന്തോ ചെയ്തേ? അവരെ കണ്ണീരോടെ ഇവിടെ നിറക്കി വിട്ടു.
നിന്നെ സഹായിക്കാനും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശ്വസിപ്പിക്കാനുമായിട്ടാണ് അവരിങ്ങോട്ട് വന്നത്. അവരിങ്ങനെ ഇവിടെ വന്നില്ലെങ്കിലും അവരോട് ഒരാളും ചോദിക്കാൻ പോകുന്നില്ല. സത്യഭാമയും ഭർത്താവും മോനും കൂടി വീട് മാറി താമസിച്ചിട്ടും നിങ്ങൾ എന്താ പോവാൻ എന്ന് ചോദിക്കൂല. ഇത് അവർക്ക് നമ്മളോടുള്ള നമ്മുടെ വീടുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് വന്നേ. സാമാന്യ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആ കുട്ടികളെങ്കിലും വിളിച്ചകത്തു നിർത്തി ഒരു ചായ താരാക്കി കൊടുക്കുകയായിരുന്നു ഈ വീട്ടിലെ ഗൃഹനാഥ നീ ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് നീ എന്താ ചെയ്തേ? നിന്റെ പേരക്കുട്ടി അടക്കം ഒന്നും കൊടുക്കാതെ നീ ഇറക്കി വിട്ടു. അല്ല, അത് പിന്നെ എന്നെ കൊച്ചാക്കാനും അപമാനിക്കാനും വന്ന ഞാൻ സഹിക്കത്തില്ല. അല്ല, നിങ്ങളെ ഞാൻ വെച്ച പുളിയിഞ്ചി ഉച്ചയ്ക്ക് കൂട്ടിയല്ലോ, അതിൽ എന്തെങ്കിലും തരത്തിൽ എരിവ് കൂടിയതിന്റെ കുത്തലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ ശാരദയ്ക്ക് തോന്നി ആ അതിന് ചെറിയ കുത്തലുണ്ടെന്ന്. കുത്തലുള്ളതേ ശാരദയ്ക്ക്, എന്നോട്. ഈ രീതിയിലാ നീ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ മാത്രമേ നിന്നോടൊപ്പം കാണൂ ഭാമേ. കാരണേ എന്നെ പോലെ നിന്നെ സഹിച്ചു നിൽക്കാനുള്ള ക്ഷമയൊന്നും മറ്റുള്ളവർക്ക് കാണത്തില്ല. ഇനിയെങ്കിലേ കാര്യഗൗരവമായി ജീവിതത്തെ കണ്ട് ചിന്തിച്ചും കുറവുകൾ ഉൾക്കൊണ്ടും ജീവിക്കാൻ ശ്രമിക്കേ. അങ്ങനെ ജീവിക്കും ഭാമേ. ഓ, ഇല്ലെങ്കിലേ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആരും വേണ്ട എന്റെ കൂടെ. ആ എന്റെ കാര്യങ്ങളൊക്കെ ഈശ്വരനറിയാം. ഭഗവാൻ എന്നെ മനസ്സിലാക്കിക്കൊള്ളു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടെ വന്ന് ഈ ബിരിയാണി മറ്റും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിക്കണമെങ്കിലേ വിഷ്ണു തന്നെ വന്ന് കഴിക്കണ്ടേ. അതിന് അവന്റെ മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇതൊക്കെ എത്ര പറഞ്ഞേക്കുന്നു, ആര് കേൾക്കാനാ? ഒരു ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ നിന്റെ അമ്മ ബാക്കി വെച്ചത് ഈ വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയാണോടി നീ ഇപ്പൊ എല്ലാരും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയത്? ഒരു ലോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സത്യമേ വിലക്കെടുക്കാൻ വന്നേക്കുന്നു. എന്താ അമ്മ, എന്തു പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ രോഹിത്തിന്റെ ഈ പോക്ക് നമ്മളെ കൊണ്ട് എന്താ മോളെ ചെയ്യാൻ പറ്റുക? കണ്ടില്ലെന്നും പറഞ്ഞ് അങ്ങനെ കണ്ണടച്ച് വിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ ശ്യാമയുടെ ജീവിതമല്ലേ അവൻ ഈ പന്ത് തട്ടുന്ന പോലെയിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത്. രോഹിത്തിന്റെ മുന്നിൽ നമ്മളെല്ലാവരും തെറ്റുകാരാ അമ്മ. അതിനി പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനാവില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇതിന് മാറ്റം വരണമെങ്കിൽ അതിന് ശ്യാമ തന്നെ വിചാരിക്കണം. ശ്യാമയെ പോലും വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നവൻ ഇനി എന്ത് മാറ്റം വരാനാ? അവനെ ഇപ്പൊ നിയന്ത്രിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും മറ്റു ചിലരാണല്ലോ. അവരോതി കൊടുക്കുന്നതല്ലേ അവൻ ചൊല്ലൂ. ഇല്ല, ഞാൻ ചെയ്യില്ല. പപ്പി നിക്കാൻ മോളെ, പപ്പി നിന്നോടാ പറഞ്ഞത് പോയിരുന്നു ഹോംവർക്ക് ചെയ്യപ്പോ. ഇല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹോംവർക്ക് ചെയ്യില്ല. ദേ അവിടെ സത്യം ഇരുന്ന് ചെയ്യുന്ന കണ്ടില്ലേ? അതുപോലെ നിനക്കിരുന്ന് ചെയ്താൽ എന്താ? എന്റെ ഹോംവർക്ക് എനിക്ക് ചെയ്തു തരുന്നത് അച്ഛനാ. അച്ഛൻ വന്നിരുന്ന് ഹോംവർക്ക് ചെയ്ത് തന്നാലേ ഞാൻ ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. മോളെ, കണ്ടില്ലേ ഇവളുടെ ഒരു വാശി? അമ്മയും വേണ്ട മോളെയും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ഇവളുടെ അച്ഛനെ ഞാൻ എന്ത് പറഞ്ഞു കൊണ്ടുവരാനാ? ഞാൻ വിളിച്ചാ തന്നെ ഇനി വരുവോ? മോളെ പപ്പി വാശി പിടിക്കല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ അച്ഛനെ ശാരദാമ്മ കൊണ്ടുവരും. മോളിപ്പൊ പോയി ഹോംവർക്ക് ചെയ്തേ, ഇല്ലെങ്കിലേ ടീച്ചർ വഴക്കു പറയൂലേ. മോളെ മാത്രമല്ല, ഫോണിൽ വിളിച്ച് അമ്മയെ ഞങ്ങളെ ഒക്കെ ടീച്ചർ വഴക്കു പറയും.
ചിലപ്പോ സ്കൂളിലേക്കും വിളിപ്പിക്കും. എന്തിനാ ഞങ്ങളെയൊക്കെ വെറുതെ ചീത്തയേൽപ്പിക്കുന്നത്? നല്ല കുട്ടിയല്ലേ, ചെന്ന് നല്ല കുട്ടിയായിട്ട് ഹോംവർക്ക് ചെയ്യും. ഇല്ല, അച്ഛൻ എന്റെ അടുത്ത് വരാതെ ഞാൻ ചെയ്യില്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഏയ്, ഏതച്ഛനാ? ശ്യാമേ, നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല. അയാൾ അയാളുടെ കാര്യം നോക്കി ജീവിക്കട്ടെ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ ഇനി ജീവിക്കാൻ പോകുന്നേ. ഇനി മേലാൽ അച്ഛന്റെ കാര്യം ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയും, എനിക്ക് എന്റെ അച്ഛനെ കാണണം. ആഹാ, നീ അത്രയ്ക്കായോടി? ശ്യാമേ, അച്ഛനെ കാണാതെ തല്ലല്ലേ. അമ്മേ, ഞാൻ ഇത്തിരി പോന്ന കുട്ടിയോടാണ് ഈ ദേഷ്യം കാണിക്കുന്നത്. പോട്ട് മോളെ. എന്താ ശ്യാമ ഈ കാണിക്കുന്നത്? എന്തിനാ മോളെ തല്ലുന്നത്? അപ്പൊ കുഞ്ഞിച്ചി, ഇവളി പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഈ രാത്രിയിൽ ഞാൻ എവിടെ പോയി വിളിച്ചോണ്ട് വരാനാ ഇവളുടെ അച്ഛനെ?